തൃശൂർ ആസ്ഥാനമായി പ്രവർത്തിച്ചിരുന്ന ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പി മണി ചെയിൻ തട്ടിപ്പ് സംഘത്തിന് കുട പിടിച്ചത് ആരാണ്? ആരുടെയൊക്കെ സഹായത്താൽ സ്വൈരവിഹാരം നടത്തിയിരുന്ന ഹൈറിച്ച് ഉടമ ഇന്നലെ അറസ്റ്റ് ചെയ്യപ്പെട്ടത് എങ്ങനെ? 3741 കോടിയുടെ തട്ടിപ്പാണ് ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിയുടെ മറവിൽ നടത്തിയതെന്നാണ് പോലീസ് പറയുന്നത്. തൃശൂരിൽ സുരേഷ് ഗോപിയെ വിജയിപ്പിച്ചത് ഞങ്ങളാണെന്നും 40,000 വോട്ടുകൾ ഞങ്ങൾ BJP സ്ഥാനാർത്ഥികൾക്കായി ചേരിട്ടുണ്ടെന്നുമായിരുന്നു ഹൈറിച്ച് ഉടമകളുടെ വാദം. സുരേഷ് ഏട്ടൻ ഞങ്ങളെ സംരക്ഷിക്കുമെന്ന് പരസ്യമായി പ്രഖ്യാപിച്ച ഹൈറിച്ച് ഉടമകളെ തള്ളാൻ BJP നേതൃത്വവും രംഗത്ത് വന്നില്ല. നവകേരള യാത്രയ്ക്ക് സ്പോൺസർഷിപ്പ് നൽകിയതിനാൽ സംസ്ഥാന സർക്കാരും ഹൈറിച്ച് ഉടമകളെ സംരക്ഷിക്കുമെന്നായിരുന്നു ആരോപണം. ഹൈറിച്ച് ഉടമകളെ സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾ സംരക്ഷിക്കുമെന്ന ആരോപണം കടുത്തതോടെയാണ് പോലീസ് ചോദ്യം ചെയ്യാനും ഹൈറിച്ച് ഉടമയായ KD പ്രതാപനെ അറസ്റ്റ് ചെയ്യാനും പോലീസ് തയ്യാറായത്. ഓൺലൈൻ ഷോപ്പിയുടെ പേരിൽ പിരിച്ചെടുത്ത പണം വിദേശത്തേക്ക് ഹവാലയായി കടത്തിയെന്നാണ് പോലീസ് പറയുന്നത്. പോലീസ് നടപടികളൊന്നും ഉണ്ടാവില്ലെന്നും കമ്പനി അതിശക്തമായി വീണ്ടും സജീവമാണെന്നുമുള്ള പ്രതാപന്റെ ഉറപ്പിലാണ് പണം പിരിച്ചു നൽകിയ ഏജന്റുമാർ അന്നു മുതൽ പിന്തുണയുമായി നിന്നത്. തൃശൂരിൽ മാത്രം 40,000 വോട്ടുകൾ സുരേഷ് ഗോപിക്ക് അനുകൂലമായി നൽകാനുള്ള സംഘടിത ശക്തി ഹൈറിച്ചിനുണ്ടോ? സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി ആയതോടെ ഞങ്ങളെ സഹായിക്കുമെന്ന് ഹൈറിച്ച് ഉടമകൾ നടത്തിയ പരസ്യ പ്രചാരണത്തിനെതിരെ എന്തുകൊണ്ടാണ് സുരേഷ് ഗോപി മൗനം പാലിച്ചത്? ഹൈറിച്ച് കമ്പനിയുടെ ഡയറക്ടറും സിഇഒയുമായ പ്രതാപന്റെ ഭാര്യ ശ്രീനയെ എന്തുകൊണ്ടാണ് എൻഫോഴ്സ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് അറസ്റ്റ് ചെയ്യാതിരുന്നത്? പ്രതാപന്റെ ബന്ധുക്കളുടെ പേരിലുണ്ടായിരുന്ന 260 കോടിയുടെ സ്വത്തുവകകൾ കണ്ടുകെട്ടിയിട്ടും പ്രതാപനെ മാത്രം അറസ്റ്റ് ചെയ്തതിന് പിന്നിൽ എന്ത് ഇടപെടലാണ് നടന്നത്? അടിമുടി ദുരൂഹമായ ഇടപാടുകൾ നടത്തിയിട്ടും ഉന്നത ബന്ധം ഉപയോഗിച്ചാണ് കോടികൾ വിദേശത്തേക്ക് കടത്തിയതെന്നാണ് ആരോപണം. ഓൺലൈൻ ഷോപ്പിംഗിലൂടെ OTT പ്ലാറ്റ്ഫോമിന്റെ മറവിലും കോടികളാണ് പിരിച്ചെടുത്തത്. അംഗത്വ ഫീസായി മാത്രം 1500 കോടി രൂപ പിരിച്ചെടുത്തെന്നാണ് അന്വേഷണ സംഘം പറയുന്നത്. 250 കോടി രൂപയാണ് ഈ ഇനത്തിൽ മാത്രം പ്രതാപനും ശ്രീനയും തട്ടിയെടുത്തത്. കേരളത്തിൽ മണി ചെയിൻ മാതൃകയിൽ പ്രവർത്തിച്ച ഹൈറിച്ചിനെതിരെ കോൺഗ്രസ് നേതാവും മുൻ MLAയുമായ അനിൽ അക്കരയാണ് പരാതിയുമായി എത്തുന്നത്. 6 മാസത്തിലേറെയായി ഹൈറിച്ചിനെതിരെ കേസെടുത്തിട്ട്. എന്നിട്ടും എന്തുകൊണ്ടാണ് കുറ്റക്കാർക്കെതിരെ നടപടി വൈകിയതെന്നാണ് ഉയരുന്ന ചോദ്യം. ലക്ഷക്കണക്കിന് പേരിൽ നിന്നായി മണി ചെയിൻ മാതൃകയിലാണ് പണം സ്വരൂപിച്ചിരിക്കുന്നത്. വ്യാജ വിവരങ്ങൾ കാണിച്ച് ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചാണ് പണം പിരിച്ചെടുത്തിരിക്കുന്നത്. കേസുകൾ ഉടൻ അവസാനിക്കുമെന്നും എല്ലാവർക്കും ലാഭവിഹിതമടക്കമുള്ള ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുമെന്നുമായിരുന്നു പ്രതാപനും ശ്രീനയും പ്രചരിപ്പിച്ചിരുന്നത്. പണം വിദേശത്തേക്ക് കടത്താനുള്ള സഹായം ആരിൽ നിന്നാണ് ഉണ്ടായതെന്ന് ഇപ്പോഴും അജ്ഞാതമാണ്. ഉന്നതരിൽ നിന്നും സഹായം ലഭിച്ചുവെന്നും വ്യക്തമായിട്ടും അത്തരത്തിൽ അന്വേഷണം വ്യാപിപ്പിക്കാൻ അന്വേഷണ സംഘം ഇതുവരെ തയ്യാറായിട്ടില്ല. EDക്ക് പുറമെ CBIയും കേസിൽ അന്വേഷണം നടത്തുന്നുണ്ട്. കേരളത്തിൽ രജിസ്റ്റർ ചെയ്ത ഏറ്റവും വലിയ കള്ളപ്പണ വെളുപ്പിക്കൽ കേസാണിതെന്നാണ് ED പറയുന്നത്. സംസ്ഥാന സർക്കാർ ഹൈറിച്ച് തട്ടിപ്പ് കേസിൽ ഇതുവരെ നിലപാട് വ്യക്തമാക്കിയിട്ടില്ലെന്നതും ശ്രദ്ധേയമാണ്.